ഹായ്, ഞാൻ ഡോക്ടർ വിഷ്ണു. അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജനാണ്. എല്ലാ ദിവസവും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികൾ മറിഞ്ഞു വീണ് തലമുട്ടി വരുന്നത്. അപ്പോൾ പേരൻസിന് ഏറ്റവും വലിയ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ 24 മണിക്കൂറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യൂഷ്വലി എന്തെങ്കിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പം കുട്ടികൾ സാധാരണയിലും കുറവായിട്ടുള്ള ആക്ടിവിറ്റി ലെവൽസ്, അതായത് മാണ്ട് കിടക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഛർദിൽ, പിന്നെ തല പിടിച്ച് വെച്ച് കരയുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ തലവേദന തന്നെ പറയുക, ഫിറ്റ്സ് പോലെ വരിക, പിന്നെ കൈകാലുകൾക്കുള്ള ബലക്കുറവോ അല്ലെങ്കിൽ ഈ ഇടിച്ച ഭാഗത്ത് അമിതമായിട്ട് പൊങ്ങി വരികയോ അല്ലെങ്കിൽ അവിടെ കുഴിവ് പോലെ കാണുക, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആളെ ഒന്ന് ഏറ്റവും അടുത്തുള്ള ന്യൂറോ സർജനെ ഒന്ന് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം CT എടുക്കാനുള്ള ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അതിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ സ്കാൻ എടുത്ത് നോക്കാറുള്ളൂ പൊതുവെ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്റേ ഒരുമിച്ച് എടുക്കുന്നതിന് തുല്യമാണ് ഒരു CT സ്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ സ്കാൻ എടുക്കാറുള്ളൂ. യൂഷ്വലി ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന കുട്ടി നമ്മൾ ചിലപ്പോൾ CT എടുക്കാനുള്ള ഇൻഡിക്കേഷൻ കാണുന്നതായിരിക്കും, പക്ഷേ പല ലക്ഷണങ്ങളും കാണുമായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ 6 മുതൽ 24 മണിക്കൂർ വരെ ഹോസ്പിറ്റലിൽ ഒബ്സർവ് ചെയ്യാറാണ് പതിവ്. അത് ലക്ഷണം അനുസരിച്ച്.